വർക്ക്ഷീറ്റുകൾ സെൻഡ് ചെയ്തിരുന്നു, നിങ്ങൾ അതൊക്കെ ചെയ്തു. വർക്ക്ഷീറ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തന്നിട്ടുള്ള 2 ക്ലാസ്സുകൾ, ഗ്രാമറിലെ 2 സെഷൻ ഈസി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനകത്ത് ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ. സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. എനി ഡൗട്ട്? പിന്നീട് നിങ്ങളത് മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ടായിട്ടോ അല്ലെങ്കിൽ അയ്യോ എനിക്ക് മനസ്സിലായില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അപ്പോ ക്ലാസ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കണം എവിടെ എത്തി, എങ്ങനെയാണ്, എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മറിച്ച് നോക്കിയേ പറ്റൂ കേട്ടോ. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് നിൽക്കുന്നത്. സിമ്പിൾ പാസ്റ്റിന്റെ വർക്ക്ഷീറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ സിമ്പിൾ പാസ്റ്റിന്റെ ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ശരി. ഇനി ഞാൻ തുടങ്ങട്ടെ. അതെ, എല്ലാവരും നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങളുടെ കുശലം പറച്ചിലൊക്കെ തീർന്നു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ക്ലാസ് തുടങ്ങാം. അപ്പൊ മക്കളൊന്ന് മ്യൂട്ട് ചെയ്യട്ടോ. സോ നമ്മള് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ഈ 2 കാര്യങ്ങളാണ് നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചത്. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കില്ല. നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, അല്ലാത്ത സമയത്ത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് ചെയ്യാം. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു എന്നുള്ളതാണ് എന്റെ വിശ്വാസം, അല്ലെ? സിമ്പിൾ പാസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു എന്നല്ലേ പറഞ്ഞത്? അവിടെ ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്യാവൂ? നിങ്ങൾ എല്ലാവരും ഒന്ന് സെൽഫ് ചെക്ക് ചെയ്താൽ മതി മ്യൂട്ടഡ് ആണോ എന്ന്. അല്ലേ മക്കളെ, സിമ്പിൾ പാസ്റ്റ് പഠിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, ഓക്കെ. സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ഒപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു വേർഡ്. പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യും. ഇതാരാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നതിന് പകരം പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷാജിർ. ഷാജിർ എന്താ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അഖില മ്യൂട്ട്. യെസ്, അഖില. നിങ്ങളുടെ അടുത്ത് ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. ഞാൻ കൂടുതൽ സൗണ്ട് എടുക്കേണ്ടി വരും, എനിക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. പിന്നീട് ഇത് റെക്കോർഡിൽ വരുമ്പോൾ നിങ്ങൾക്കും കേൾക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, അത് ചോദിക്കാം, ഉടനെ തന്നെ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ശരി, ഓക്കെ മാം. അപ്പോ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഓൾറെഡി പഠിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നാണ് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്, ഇത് രണ്ടിനും ചില കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എന്തൊക്കെയാണ് ഇതിലെ കോമൺ ഫാക്ടേഴ്സ് എന്ന് നോക്കാം.
സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് അല്ലെ. പാസ്റ്റിൽ നടന്ന ഒരു ഇൻസിഡന്റിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ്, ഇതിവിടെ പ്രസന്റ് ആണെങ്കിൽ പോലും ഇതും പാസ്റ്റിൽ നടന്ന ഇൻസിഡന്റുകളെ തന്നെയാണ് കാണിക്കുന്നത്. സോ ബോത്ത് സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് രണ്ടും പാസ്റ്റിൽ നടന്ന ഇൻസിഡന്റുകളെയാണ് കാണിക്കുന്നത്. സെക്കൻഡ് വൺ, ഇവിടെയുള്ള ടെക്നിക്കൽ വേർഡ് അല്ലെങ്കിൽ ഇവിടെയുള്ള ഓക്സിലറി എന്ന് പറയുന്നത് ഡിഡ് ആണ്. ഡിഡിന്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോമായ V1. അപ്പൊ ഡിഡ് ഇത് രണ്ടും കൂടെ ചേർന്നതാണ് V2. ഇത്രയും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റിലെ ഓക്സിലറീസ് ഹാസ്, ഹാവ് പ്ലസ് V3 വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾക്ക് വെർബിന്റെ ഫോമുകൾ അടങ്ങിയ ഒരു PDF ഓൾറെഡി ഞാൻ അയച്ചു തന്നിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അല്ലെ. യെസ്, തന്നിട്ടുണ്ട്. അപ്പൊ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഇതാണ് വെർബിന്റെ ഈ ഫോമുകളാണ് പ്രസന്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇനി എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഈ ടെൻസിനെ നമ്മൾ ഉപയോഗിക്കുക? അതായത് ഇപ്പോ ഇവിടെ ഇതിന്റെ കോമൺ ആയിട്ട് പറയുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ സമയം പറയും, ടൈമിനെ മെൻഷൻ ചെയ്യും. യെസ്റ്റർഡേ അല്ലെങ്കിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ അല്ലെങ്കിൽ 1 വീക്ക് ബിഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈം ഡ്യൂറേഷൻ പറയുന്നുണ്ട് സിമ്പിൾ പാസ്റ്റിൽ. എന്നാൽ പ്രസന്റില് സമയം പറയേണ്ടതില്ല. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരിക്കും, സോ വളരെ ശ്രദ്ധിക്കുക. പ്രസന്റ് പെർഫെക്റ്റില് ടൈം പറയേണ്ടതില്ല, ടൈം മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാള് പറയുവാണ്, ഇപ്പൊ രണ്ടുപേര് ഫ്രണ്ട്സ് കൂടിയിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, എ എന്ന് പറയുന്ന ആള് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീക്കില്, കഴിഞ്ഞ ആഴ്ച ദുബായിൽ പോയിരുന്നു. ഓക്കെ, അത് ഏത് ടെൻസിൽ ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ്, കാരണം പാസ്റ്റ് ആണ്, പിന്നെ സമയം പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രീവിയസ് വീക്കില് ഞാൻ ദുബായിൽ പോയിരുന്നു. ഐ വെന്റ് ടു ദുബായ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ ദുബായിൽ പോയിരുന്നു. അപ്പൊ അത് കേട്ടു നിന്ന കൂട്ടത്തിലുള്ള മറ്റൊരുത്തൻ പറഞ്ഞു, ഞാനും പോയിട്ടുണ്ട് ദുബായില്, ഞാനും പോയിട്ടുണ്ട് ദുബായില്. അവിടെ സമയം പറഞ്ഞോ? ഇല്ല. ഇല്ല. പക്ഷെ അതും പാസ്റ്റ് അല്ലേ? അതെ. അതും പാസ്റ്റ്. അപ്പൊ കണ്ടപ്പോഴോ അല്ലെങ്കിൽ എപ്പോഴോ ഞാനും ദുബായിൽ പോയിട്ടുണ്ട്, സമയമൊന്നും പറയുന്നില്ല. ആടാ ഞാനും പോയിട്ടുണ്ട് അവിടെ, ഞാനും എനിക്കറിയാം, ഞാനും ദുബായിൽ പോയിട്ടുണ്ട്. അപ്പൊ അതും പാസ്റ്റ് തന്നെയാണ്, പക്ഷെ സമയം പറയുന്നില്ല. അത് നമുക്ക് ഏത് ടെൻസിൽ പറയാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. എങ്ങനെ പറയും നോക്കാം. ഇതിനകത്ത് രണ്ട് ഓക്സിലറി വെർബ് ഉണ്ടെന്ന് പറഞ്ഞു, ഹാസ് അല്ലെങ്കിൽ ഹാവ്. അപ്പൊ ഈ ഹാസ്, ഹാവ് ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഹാസ് സിംഗുലേഴ്സിന്റെ കൂടെയാണ് ഹാസ് ഉപയോഗിക്കേണ്ടത്. ഹാവ് പ്ലൂറൽ നൗണുകളുടെ കൂടെയാണ് ഹാവ് ഉപയോഗിക്കേണ്ടത്. ഇനി അതിനെ മറ്റൊരു രീതിയിൽ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ കൂടെ വരുന്ന പ്രോനൗണുകൾ ഐ, യു, ദേ, വി, ഈ പ്രോനൗണുകളൊക്കെയാണ് ഹാവിന്റെ കൂടെ വരിക. എന്നാൽ ഹാസിന്റെ കൂടെ വരിക ഹി, ഷീ, ഇറ്റ്, അതായത് സിംഗുലേഴ്സ് പ്ലസ് സിംഗുലേഴ്സ്.
ഇവരുടെ കൂടെയൊക്കെയാണ് ഹാസ് വരിക. ഹാവ് വരുന്നത് പ്ലൂറലുകളുടെ കൂടെ. പ്ലൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം നൗണുകൾ. ഫോർ എക്സാമ്പിൾ മൈ ഫ്രണ്ട്സ് പ്ലൂറൽ ആണ്, ഒന്നിലധികം ഫ്രണ്ട്സ് ഉണ്ട്. മൈ ഫ്രണ്ട് എന്നല്ല പറഞ്ഞത്, മൈ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ മൈ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നിലധികം പേരുണ്ട്. ഓക്കെ, അപ്പോ മൈ പാരൻസ്. ഇവരുടെയൊക്കെ കൂടെ നമുക്ക് ആര് കൊടുക്കാം? ഹാവിന് കൊടുക്കാം. എന്നാൽ ഹാസ് സിംഗുലർ ആണ്. ഹി ഹാസ്, ഷീ ഹാസ്. ഇനി അതൊരു പേരാണെങ്കിൽ അർജുൻ ഹാസ്, അമീറ ഹാസ്, അങ്ങനെ ഒരു പേരുകളുടെ കൂടെ സിംഗുലർ നെയിം ആണെങ്കിൽ അതിന്റെ കൂടെ ഹാസ്. അത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ റൈറ്റ്. ഇനി ഐന്റെ കൂടെ നമ്മൾ ഏത് ചേർക്കുന്ന പറഞ്ഞത്? ഹാവ്. ഓക്കെ. ഞാനും ദുബായിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ടു ദുബായ്. മാം ഒരു മിനിറ്റ്, സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടോ മാഡം? അതെ. എനിക്ക് കാണുന്നില്ലല്ലോ, എന്താ ചെയ്യണ്ടേ? What about others? What about others? കാണുന്നുണ്ടോ ഇല്ലയോ? കാണുന്നുണ്ട് മാം. കാണാത്തവര് ജസ്റ്റ് ലീവ് ചെയ്യുക, എന്നിട്ട് റീജോയിൻ ചെയ്യാം. ഓക്കെ. സ്ക്രീൻ ഷെയറിംഗ് ആണ്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റേതൊന്ന് പിൻ ചെയ്ത് വെക്കാം, എന്നാ പിന്നെ അത് മൂവ് ആവില്ല. കാണാത്തത് മിസ്സിന്റെ മാത്രം പിൻ ചെയ്യൂ, എന്നാലേ കാണുള്ളൂ. എങ്ങനെ? കാണാത്തത് മിസ്സിന്റെ ഇത് പിൻ ചെയ്താൽ മതിയല്ലോ, അപ്പൊ കാണരുത്. ആ അതെ, എന്റേത് പിൻ ചെയ്ത് വെച്ചാൽ കാണും. ഓക്കെ, അപ്പൊ ഐന്റെ കൂടെ ഹാവ്, ഐ ഹാവ്. പിന്നെ ദുബായിലേക്കാണ്, അപ്പൊ ടു ദുബായ്. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പോയിട്ടുണ്ട്, പോവുക. പോവുക എന്നുള്ളതിന്റെ വെർബിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഗോ. ഗോ. അത് ഫസ്റ്റ് ഫോം ആണ്. സെക്കൻഡ് ഫോം, ഗോയിങ്. സെക്കൻഡ് ഫോം നമുക്ക് തേർഡ് ഫോം ആണ് ആവശ്യം, അത് ഗോൺ. ഗോയിങ് എന്ന് പറയുന്നത് വേറൊരു സെക്ഷനിൽ നമ്മൾ ഐ എൻ ജി ഫോം, ഗോയിന്റെ കൂടെ ഐ എൻ ജി ഫോം ചേർക്കുന്നതാണ്. അത് വേറെ ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആവശ്യം തേർഡ് ഫോം ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ, അതായത് ടൈം പറയാതെ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന ടെൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് V3 ഫോം ആണ്. അപ്പൊ ഹാവ് ഗോൺ. ഐ ഹാവ് ഗോൺ ടു ദുബായ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ടൈം പറയുകയാണെങ്കിൽ ദ സെന്റൻസ് ഈസ് റോങ്. അപ്പൊ നിങ്ങളടുത്ത് എഡിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ടൈമിനെ അങ്ങ് മാറ്റി വെച്ചാൽ മതി, ടൈമിനെ ഒഴിവാക്കിയാൽ മതി. ഹാവിന്റെ കൂടെ ഐന്റെ കൂടെ ഹാവേ വരുള്ളൂ, ഹാസ് വരില്ല. ഒരു കാര്യം അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഹാവിന്റെ കൂടെ നമ്മൾ ഗോൺ എന്ന് കൊടുക്കാതെ വെന്റ് എന്നോ ഗോ എന്നോ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്. ഗോയിങ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാലും തെറ്റാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്ലേസ് നെയിം നിങ്ങൾ എവിടെ എഴുതുമ്പോഴും സ്റ്റാർട്ടിങ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഒരു പ്ലേസ് നെയിം അത് ഏതോ ആവട്ടെ, നിങ്ങളുടെ സ്ഥലപ്പേരാവട്ടെ, മറ്റെന്തോ ആവട്ടെ, അത് എവിടെ എഴുതുകയാണെങ്കിലും സെന്റൻസിന്റെ നടുക്കോ ലാസ്റ്റോ എവിടെ എഴുതുകയാണെങ്കിലും ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അത്തരത്തിലുള്ള മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സാം ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ പറഞ്ഞേ, കേട്ടില്ല. സ്ഥലത്തിന്റെ പേര് എവിടെ എഴുതുവാണെങ്കിലും എന്തെഴുതണമെന്ന് വ്യക്തമായില്ല. ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ കേട്ടോ? ഓക്കെ, ഇനി ഞാൻ മറ്റൊരു സെന്റൻസ് പറയാം.
ഇതിനകത്തുള്ള ഇത് ശരിയാണോ തെറ്റാണോ, എന്തുകൊണ്ട് ശരി എന്തുകൊണ്ട് തെറ്റ്? തെറ്റ്. തെറ്റാണ്, എന്തുകൊണ്ട്? ഹാവ് അല്ല വരിക. അവിടെ ഹാസ് വേറായി കാരണം. ഓക്കെ, ഹാവ് മാറ്റിയിട്ട് ഹാസ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മീര ഹാസ് റീഡ് എ നോവൽ, അത് ശരിയാണോ? ഇനി എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? റീഡിന്റെ ഇത് റീഡ് തന്നെയാണ് വരുന്നത്. ഓക്കെ, വെരി നൈസ്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിച്ചത്. റീഡിന്റെ 3 ഫോം ഉണ്ട്. ഫസ്റ്റ് വൺ റീഡ്, സെക്കൻഡ് വൺ റെഡ്, പക്ഷെ അത് വായിക്കുന്നത് റീഡ് എന്നാണ്. റെഡ് എന്നാണ് എഴുതുന്നത്, റീഡ് എന്നാണെങ്കിലും വായിക്കുന്നത് റെഡ് എന്നാണ്. തേർഡ് ഫോം അഗെയിൻ റീഡ്. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഇതിപ്പോ എങ്ങനെയാ മനസ്സിലാവുക? അത് റീഡ് ആണോ റെഡ് ആണോ തേർഡ് ഫോം ആണോ? ഇതെങ്ങനെ മനസ്സിലാവും അല്ലെ? സംശയമല്ലേ? ഇതിപ്പോ എഴുതുമ്പോൾ 3 ഒരുപോലെ സ്പെല്ലിംഗ് ആണ്. അപ്പൊ അത് റീഡ് ആണോ റെഡ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? ഒരു കാര്യം പറഞ്ഞു തരാം. ഇത് സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ, ഇത് ഒറ്റയ്ക്കാണ്, ഇതിന്റെ കൂടെ ഓക്സിലറി വെർബുകൾ ഒന്നുമില്ല എങ്കിൽ അത് V2 ഫോം ആണ്. ഇനി V3 ഫോം എങ്ങനെ? V3 ഫോമുകളുടെ കൂടെ V3 ഫോമുകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. അതിന്റെ കൂടെ ഹാസ് ഓർ ഹാവ് പോലെയുള്ള ഏതെങ്കിലും ഓക്സിലറി നിർബന്ധമാണ്. ക്ലിയർ? V3 ഫോമുകളുടെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് പോലെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. V2 ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. നോ ഓക്സിലറി ഉണ്ടാവില്ല. അങ്ങനെയാണ് നമുക്കത് V2 ആണോ V3 ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ഇത് ദേ ക്യാച്ച്ഡ് ബോൾ, ഇവിടെ എന്താണ്? ഇത് ശരിയാണോ തെറ്റാണോ? റോങ്. എന്തൊക്കെയാണ് റോങ്? അതില് ക്യാച്ച് എന്താണ് എന്നുള്ളതല്ല വരിക. ക്യാച്ച് എന്ന് വരില്ല, കോട്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇവിടെ നോക്കൂ, ക്യാച്ച്ഡ് എന്ന് വരില്ല. ഇപ്പൊ എല്ലാത്തിനും നമുക്ക് ED ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ V2 ഫോമോ V3 ഫോമോ ആവില്ല. ക്യാച്ചിന്റെ കൂടെ നമ്മൾക്ക് അത് പിടിച്ചു എന്നുള്ളതിന് കോട്ട് എന്നാണ് വേണ്ടത്. CA ആണ് കേട്ടോ, കോട്ട് എന്നാണ് വേണ്ടത്. They caught ball. ഇപ്പൊ ശരിയായോ തെറ്റായോ? തെറ്റാണ്. ഇപ്പൊ ശരിയായി. ഇപ്പോഴും തെറ്റാണ്. ശരിയായി. ഫാസ്റ്റില് പറയുകയാണെങ്കിൽ ശരിയല്ലേ? ഒരാൾ ഇത് പാസ്റ്റിൽ പറയുകയാണെങ്കിൽ ഇത് പാസ്റ്റ്, രണ്ടും പാസ്റ്റ് ആണ്. എങ്ങനെയാണെങ്കിലും പാസ്റ്റ് ആണ്. അവിടെ കൊടുക്കണോ? കൊടുക്കണോ ബാളിന്റെ മുന്നായിട്ട്? എങ്ങനെ? ചേർക്കണം. ഹാവ് ചേർക്കണം. കാരണം ഇവിടെ സമയമൊന്നും പറഞ്ഞിട്ടില്ല. അവര് ബോൾ പിടിച്ചിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ, സമയം പറഞ്ഞിട്ടില്ല. സോ ദേ ഹാവ് കോട്ട് ബോൾ. ടൈം മെൻഷൻ ചെയ്യുകയാണെങ്കിലാണ് ഹാസ് ഓർ ഹാവ് വേണ്ടാത്തതുള്ളൂ. ഇവിടെ സമയം പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഹാസ് ഓർ ഹാവ്. പക്ഷെ മാം എല്ലാ സമയവും പാസ്റ്റിൽ പറയുമ്പോ ടൈം പറയില്ലല്ലോ, എപ്പോഴും ഒന്നും ടൈം പറയില്ലല്ലോ. എപ്പോഴും പറയും. അതല്ല എങ്കിൽ അതിന്റെ പ്രീവിയസ് സെന്റൻസിൽ ആ ടൈം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണെങ്കിലും നമുക്ക് സമയം മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റും, സമയം അറിയുന്നില്ല എങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റും ആയിരിക്കും. ചിലപ്പോൾ ആ സെന്റൻസിൽ ടൈം പറയുന്നുണ്ടാവില്ല, പക്ഷെ അതിന്റെ മുന്നത്തെ സെന്റൻസിൽ യെസ്റ്റർഡേന്നോ
മറ്റോ പാസ്റ്റിൽ അത് പാസ്റ്റ് ഇൻസിഡന്റ് ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സെന്റൻസുകൾ ഉണ്ടാകും. ക്ലിയർ? യെസ്. ഓക്കെ. ഇനിയിപ്പോ ഞാനിപ്പോ പറഞ്ഞില്ലേ, ദേ വേണ്ട, ഹി, ജംഗിട് വേണ്ട, ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? ഹാസ്. He has. He played chess, which is a genius game. ഇവിടെ എന്താ കൊടുക്കേണ്ടത്? He has. Has. Okay, very good. He has played chess, which is a genius game. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞെടുത്ത് ഇവിടം വരെ ഉള്ളൂ. പ്ലേഡ് ചെസ് ഇത്രയും വരെയുള്ളതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ ചെസ് എന്ന് പറയുന്ന ഗെയിമിനെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു, എലാബറേറ്റ് ചെയ്തു. ഇത് എങ്ങനത്തെ ഗെയിമാണ്? ഒരു ജീനിയസ് ഗെയിമാണ് അല്ലെ? ഇതൊരു ജീനിയസ് ഗെയിമായിട്ട് ഞാൻ ഇതിനെ എലാബറേറ്റ് ചെയ്തു. ഏത് വേർഡ് ഉപയോഗിച്ചിട്ട്? വിച്ച് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ട്. ആക്ച്വലി വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏത്? എന്താണ്? ഏത്. ഏത് എന്ന് പറയുമ്പോൾ ഇത് എന്താണ് സംഭവം? ഇതൊരു ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ? അല്ല, ഇവിടെ അത് വിച്ച് ആഡ് ചെയ്യുമ്പോ ഏതാണോ അത്, അങ്ങനെ മീനിങ് വരും. വെരി ഗുഡ്. ആക്ച്വലി വിച്ച് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. പക്ഷെ ഇവിടെ അത് സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ എഴുതുമ്പോഴാണ് ക്വസ്റ്റ്യൻ വേർഡ് ആകുന്നത്. ഇവിടെ സെന്റൻസിന്റെ മിഡിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഈ ചെസ് എന്ന് പറയുന്ന ഗെയിമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഒരു കണക്റ്റീവ് വേർഡ് ആണ് ഈ വിച്ച് എന്ന് പറയുന്നത്. നമുക്കങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ വേർഡുകളെയും അക്കോർഡിംഗ് ടു ദ മീനിങ് നമുക്ക് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള സെന്റൻസുകളെ നമുക്കൊരു പേര് പറയാനുണ്ട്. ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? അത്തരത്തിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വേർഡുകൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന സെന്റൻസുകൾ. ക്വസ്റ്റ്യൻ വേർഡുകൾ എന്ന് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഒരു നൗണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെന്റൻസിനെ നമ്മൾക്ക് ഒരു പേര് പറയാനുണ്ട്. ആ പേര് എന്താണ്? എന്താണ്? ക്ലോസ് ആണോ? ക്ലോസ് അല്ല. അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻസ്റ്റെഡ് ഓഫ് പറഞ്ഞു തരുന്നതിന് പകരം നമുക്കതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത്തരം സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആൻസറുകൾ കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉപയോഗിച്ചത് വിച്ച് എന്നുള്ളതാണ് അല്ലെ? വിച്ച് ഉപയോഗിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് വിച്ച് എന്നുള്ളത് മാത്രം, ഞാൻ ഓൾറെഡി എന്റെ ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പൊ നോക്കൂ, എ കോംപ്ലക്സ് സെന്റൻസ്. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെയിൻ ക്ലോസ് ആൻഡ് എ സബോർഡിനേറ്റീവ് ക്ലോസ് കണക്റ്റഡ് ടു ഈച്ച് അതർ വിത്ത് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ. നിങ്ങൾ ഇത് ആരൊരാൾ പറഞ്ഞു അത് എന്റെ അടുത്ത്, ക്ലോസ് ആണോ? അപ്പൊ നമുക്ക് ഈ ക്ലോസ് എന്നൊന്നും പറയുന്ന വേർഡുകളൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റീവ് ആവണമെന്നില്ല. ഇപ്പൊ സബോർഡിനേറ്റീവ് ക്ലോസ്, മെയിൻ ക്ലോസ്, അങ്ങനെയൊന്നും നമ്മൾ പഠിക്കേണ്ടതില്ല. നമുക്ക് മനസ്സിലാവേണ്ട കണ്ടന്റുകൾ മാത്രം നമുക്ക് എടുത്താൽ മതി. എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് വേർഡോ ആയിക്കോട്ടെ, വിച്ച് ആവട്ടെ, വാട്ട് ആവട്ടെ, വെൻ ആവട്ടെ, ഇതെന്തോ ആയിക്കോട്ടെ, ഈ വേർഡ് തന്നിരിക്കുന്ന നൗണിനെ എലാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, തന്നിരിക്കുന്ന ഒരു വേർഡിനെ ഒരു നൗൺ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എലാബറേറ്റ് ചെയ്യാൻ മീൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം.
തന്നിരിക്കുന്ന ഒരു നൗണിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അത് കണക്ട് ചെയ്യുവാണെങ്കിൽ സെന്റൻസിനെ വലുതാക്കുവാണെങ്കിൽ അത്തരം വേർഡുകളെ അല്ലെങ്കിൽ അത്തരം സെന്റൻസുകളെ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നു. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് വേറൊന്നും കൂടെ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. അത് ഇപ്പൊ പറയില്ല, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഞാനിപ്പോ എന്തിനാണ് ഗൂഗിളിൽ അത് കണക്ട് ചെയ്ത് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ സ്റ്റെക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കോംപ്ലക്സ് സെന്റൻസ് എന്നാണ് ഇത്തരം സെന്റൻസുകളെ പറയുക. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ തോന്നുമ്പോൾ വിച്ച് ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് സെന്റൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേർഡ് കിട്ടും, കോംപ്ലക്സ്. ഇപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് ചോദിക്കാം. കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഇതിനകത്ത് പ്രസന്റ് പെർഫെക്റ്റും ഉണ്ട്, കോംപ്ലക്സ് സെന്റൻസും ഉണ്ട്. അപ്പൊ നോർമലി ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്നാണ് എഴുതുക. കോംപ്ലക്സ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിച്ചിട്ട് സെന്റൻസിനെ എലാബറേറ്റ് ചെയ്യുന്നതാണ്. ഓൾറെഡി തന്നിട്ടുള്ള വെർബിനെ നൗണിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഒന്നും കൂടെ പറയാം. വേറൊന്ന്, ഐ ഒരു പ്ലേസ് പറയൂ. ഫ്രാൻസ്, മലേഷ്യ, ഞാൻ ഫിൻലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. കൊല്ലം. അയ്യോ, കൊല്ലം. ഓക്കെ, ഞാൻ എന്റെ മൈൻഡിലുള്ള ഒരു പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഫിൻലാൻഡ്. പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ തൽക്കാലം ഫിൻലാൻഡ് എന്ന് കൊടുത്തു. ഫിൻലാൻഡിന്റെ പ്രത്യേകത എന്താണ്? എന്താണ്? ഇവിടെ മഞ്ഞാണ്, തണുപ്പും ആ, മഞ്ഞൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഫുൾ മഞ്ഞാണ്, മിസ്റ്റ്, ഫോഗ്. മിസ്റ്റ് എന്നോ ഫോഗ് എന്നോ സ്നോ എന്നോ എന്ത് വേണേലും പറയാം. മിസ്റ്റ് അല്ലെങ്കിൽ സ്നോ എന്നൊക്കെ പറയാം. അപ്പൊ ഫിൻലാൻഡിലെ കംപ്ലീറ്റ് എന്താണ്? സറൗണ്ടഡ് ബൈ മഞ്ഞാണ്, മിസ്റ്റ്. അപ്പൊ ഇവിടെ ഞാന് കുറെ മിസ്റ്റേക്സുകൾ ഉണ്ട് കേട്ടോ ഈ സെന്റൻസിൽ. അപ്പൊ അതൊക്കെ നിങ്ങളിപ്പോ കറക്റ്റ് ചെയ്ത് തരണം. ഞാൻ മഞ്ഞുകൾ കൊണ്ട് മൂടപ്പെട്ട ഫിൻലാൻഡിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെ പറയും? I have visited. ഓക്കെ, ഒരു കറക്റ്റ് ഐ ഹാവ്. പിന്നെ വിസിറ്റിംഗ് എന്നാണ് ഞാൻ എഴുതിയത്. Visited. ആ, നമുക്ക് V3 വേണം എന്നുള്ളത് കൊണ്ട് ഐ ഹാവ് വിസിറ്റഡ് ഫിൻലാൻഡ്. വേർ സറൗണ്ടഡ് ബൈ മിസ്റ്റ് ഓർ സ്നോ. വാട്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് ഇറ്റ് ഈസ്? ഞാൻ നേരത്തെ നമ്മൾ വിച്ച് എന്നുള്ളടത്തായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്ത കണക്റ്റീവ് വേർഡ് ഏതാണ്? വേർ. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് വിച്ച് പറയാണ്ട് വേർ ആക്കി? ഇത് പ്ലേസ് ആയ കാരണം എക്സാക്ട്ലി. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഫിൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തിനെയാണ്. അതൊരു പ്ലേസ് ആയതുകൊണ്ടാണ് നമ്മൾ എവിടെയാണോ അവിടെ. മഞ്ഞുകൾ കൊണ്ട് മൂടപ്പെട്ടത് എവിടെയാണോ അവിടെ, ആ ഫിൻലാൻഡിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു ദ നൗൺ നമുക്ക് കണക്റ്റീവ് വേർഡുകളെ മാറ്റിമറിക്കാം എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ വേറൊരു രീതിയിൽ പറയാം. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? ശരിയാണ്.
തെറ്റ് ഓർ ശരി? ഏതാണ്? ശരി ശരി. ശരിയാണ്. ശരിയാണ്. എന്തുകൊണ്ട്? ലാസ്റ്റ് മന്തിൽ വിസിറ്റ് ചെയ്തു. എക്സാക്ട്ലി, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് അല്ല. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഈ വിസിറ്റഡ് V2 ആണോ V3 ആണോ? V2. V2 ആണ്. V2 ആണ്. എക്സാക്ട്ലി V2 ആണ്. V2വിന്റെ കൂടെ എന്ത് വേണ്ട? ഓക്സിലറീസ് ഒന്നും വേണ്ട. അതിനൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ഇത് V2 ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആരാ നിങ്ങളോട് പറഞ്ഞത്? ഹാവ് വന്നിട്ടില്ല, അതുകൊണ്ട് ഹാവ് വന്നിട്ടില്ല. ഓക്കെ, പിന്നെ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് പോയിന്റ്. ഇവിടെ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് മന്ത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൽ V2വിനെ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. ക്ലിയർ ആയല്ലോ? Clear. ഓക്കെ, കുറച്ചും കൂടെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. സോ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, ഈ രണ്ട് സംഭവമാണ് നമ്മൾ കണക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളത്. സോ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ സമയം പറയും, എന്നാൽ സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ സമയം മെൻഷൻ ചെയ്യുന്നില്ല. ഇതാണ് അതിൽ വരുന്ന ഡിഫറൻറ്റ്. രണ്ടും പാസ്റ്റിൽ പറയുന്നതാണ്. പിന്നെ വരുന്നത് ഒന്നിൽ ഓക്സിലറീസ് ഉണ്ടായിരിക്കും, ഹാസ് ഓർ ഹാവ്, മറ്റൊന്നിൽ ഓക്സിലറി ഉണ്ടായിരിക്കില്ല. ഓക്സിലറി ഉണ്ടാവും. ഡിഡ് എന്ന് പറയുന്നത് അത് ക്വസ്റ്റ്യൻ ആവുമ്പോഴോ അല്ലെങ്കിൽ നെഗറ്റീവ് ആവുമ്പോഴൊക്കെയാണ്. നമ്മൾ ഓൾറെഡി നന്നായി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഒരു വർക്ക്ഷീറ്റ് ഞാൻ ഇപ്പൊ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. സോ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യും. ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ 2-3 എക്സാമ്പിൾസ് ചെയ്തു. നമുക്കത് ഈസി ആണെന്നുള്ള ഒരു കോൺഫിഡന്റോട് കൂടിയാണ് വർക്ക്ഷീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ട്രൈ ടു ഡു ഇറ്റ്. ഓക്കെ മാം, ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് വീഡിയോ എപ്പോ കിട്ടും? റെക്കോർഡ് ക്ലാസ് അതിപ്പോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 1 or 2 days നിങ്ങളുടെ ആപ്പിനകത്ത് ഉണ്ടാവും. ഓക്കെ മാം. ഓക്കെ, നോമ്പായത് കൊണ്ടും പിന്നെ വീട്ടിനകത്തായതുകൊണ്ടും ഒക്കെയാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്യാത്തത് കേട്ടോ. ഓക്കെ മാം.